കഴിഞ്ഞ മത്സരത്തിൽ KKRൽ ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയ കാര്യം ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡ് ആയിരുന്നു. ലോ 37(1) പ്രകാരം ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡിനകത്ത് പറയുന്നത് തന്നെ ഇപ്രകാരമാണ്. അതിനകത്ത് അങ്കുഷ് രഘുവംശി അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ലോ 37 ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡിൽ ഫസ്റ്റ് പോയിന്റ് വിൽഫുൾ ഒബ്സ്ട്രക്ഷൻ ആണ്. ഏത് ബാറ്റ്സ്മാൻ ഓൺ അപ്പീൽ ഷാൾ ബി ഔട്ട് ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡ് ഇഫ് ഹി വിൽഫുള്ളി ഒബ്സ്ട്രക്ട്സ് ദി ഓപ്പോസിറ്റ് സൈഡ് ബൈ വേർഡ് ഓർ ആക്ഷൻ എന്നുള്ളതാണ് ലോയിൽ സൂചിപ്പിക്കുന്നത്. എന്നാൽ അങ്കുഷ് രഘുവംശിയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ വിൽഫുള്ളി, അവിടെയാണ് ആ പോയിന്റ്, വിൽഫുള്ളി മനഃപൂർവ്വമായി അങ്കുഷ് രഘുവംശിയുടെ ഭാഗത്ത് നിന്നും ആ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും അദ്ദേഹം തിരിഞ്ഞ് ഓടുന്ന പോയിന്റിൽ ഒരിക്കൽ പോലും ആ ബോളിൻ്റെ ആംഗിളിലോ ആ ബോൾ പൊക്കൊണ്ടിരുന്ന ട്രജക്ടറിയിലോ ലൈനിൽ നോക്കിയല്ല അങ്കുഷ് ഓടിയത് എന്നത് വ്യക്തമാക്കുന്ന രീതിയിലുള്ള റീപ്ലേസ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും തേർഡ് അമ്പയർ എന്തുകൊണ്ട് ഔട്ട് വിധിച്ചു? അങ്കുഷ് രഘുവംശിയുടെ ഫ്രസ്ട്രേഷൻ ഉൾപ്പെടെ അഭിഷേക് നായർ എന്ന ഹെഡ് കോച്ചിൻ്റെ ഫ്രസ്ട്രേഷൻസ് ഉൾപ്പെടെ നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും എന്നത് പറയേണ്ടി വരും. ബിക്കോസ് ദാറ്റ് വാസ് നോട്ട് എ ഫെയർ ആക്ട് ബൈ ദി അമ്പയേഴ്സ്. ഒരിക്കലും അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് അത് 10 തവണ ആ ക്ലിപ്പ് ഫോർവേഡും ബാക്ക്വേർഡും അടിച്ചിട്ട് പോലും തേർഡ് അമ്പയേഴ്സിന് അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്, അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം. ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡിൽ ഈ വർഷത്തെ IPL ആദ്യത്തെ വിക്കറ്റും കൂടി അങ്കുഷ് രഘുവംശിയുടെ പേരിലാവുമ്പോഴേക്കുമാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് നിൽക്കുന്നത്. ബോധപൂർവം രഘുവംശിയുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ്. പുതിയ നിയമപ്രകാരം ഒരു ബാറ്റർ തൻ്റെ ഓട്ടത്തിൽ ദിശ മനഃപൂർവ്വം മാറ്റുകയാണെങ്കിൽ ആ സമയം ഫീൽഡർ എറിയുന്ന പന്ത് ശരീരത്തിൽ കൊള്ളുകയും ചെയ്താലാണ് അത് പന്ത് സ്റ്റമ്പിൽ കൊള്ളുമായിരുന്നു എന്നുള്ള ട്രജക്ടറിയും കൂടി നോക്കിയതിന് ശേഷമായിരിക്കും അവിടെ ഔട്ട് വിധിക്കുക. പക്ഷെ അങ്ങനെ ഒരു സാധ്യത പോലും ഇല്ലാതെ അങ്കുഷ് രഘുവംശിയുടെ പുറത്താക്കൽ, ഡിസ്മിസൽ KKR ആരാധകർക്കിടയിൽ, അമ്പയേഴ്സിനിടയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്നുമുണ്ട്. ഇപ്പോൾ ആകാശ് ചോപ്ര ഉൾപ്പെടെ, ആകാശ് ചോപ്ര ഒരു സീനിയർ താരമാണ്, ആകാശ് ചോപ്രയുടെ വാക്കുകൾ തന്നെ ഇങ്ങനെ നോക്കിയാൽ അമ്പയർ എങ്ങനെയാണ് അതിന് ഔട്ട് നൽകിയതെന്ന് കണ്ട് ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ നിഗമനത്തിൽ അതൊരിക്കലും നിയമവിരുദ്ധമായ തടസ്സപ്പെടുത്തലല്ല. ബാറ്റർ മനഃപൂർവ്വം പന്തിന് മുന്നിലേക്ക് കയറി നിന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിൽ അമ്പയർക്ക് പിഴവ് സംഭവിച്ചു എന്നത് തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. IPL പോലൊരു ലീഗിൽ ഒരു ഡിസിഷൻസും ഫെയർ ആയില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും വിവാദത്തിലേക്കും ആ അമ്പയേഴ്സിനെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയിലേക്കും കാര്യങ്ങൾ നിർത്തും. അവിടെയാണ് അങ്കുഷ് രഘുവംശി പോലൊരു പ്ലെയറിൻ്റെ വിക്കറ്റ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത്. ഓൺ ഫീൽഡ് അമ്പയറിൻ്റെ ഡിസിഷൻ ആണെങ്കിൽ ഓക്കെ, അത് പെട്ടെന്നുണ്ടാകുന്ന മൊമെൻറ്റിലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ തേർഡ് അമ്പയർ റിവ്യൂവിൽ പോയി ഇത്രയധികം തവണ റീപ്ലേസ് കണ്ടിട്ട് പോലും പ്ലെയറിന് ഒരു ജസ്റ്റിസ് കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അയാൾ അതിൻ്റെ ട്രജക്ടറിയിൽ നോക്കിയിട്ടല്ല ഓടിയത്, അയാൾ മനഃപൂർവ്വമല്ല ഓടിയത്, അയാളുടെ ഐസ് വോളിലേ അല്ലായിരുന്നു. കൃത്യമായിട്ട് അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തിരികെ ഓടുന്നതാണ് നമ്മൾ റീപ്ലേയിൽ കാണുന്നത്. അവിടെ നിന്നുകൊണ്ട് രഘുവംശിയുടെ വിക്കറ്റ് ഒരിക്കലും അത് കൊടുക്കാൻ പാടില്ലാത്തതാണ് എന്നത് തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ ആംഗിളും വരുന്നത്. സ്വാഭാവികമായിട്ട് വിക്കറ്റിന് നേരെ ആളുകൾ തിരിയുകയും ചെയ്ത സാഹചര്യത്തിലുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ സീസണിൽ അമ്പയേഴ്സിൻ്റെ ഡിസിഷൻസിനെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലേക്ക് പലതവണയും ഇതിന് മുമ്പും മാറിയിട്ടുണ്ട്. ഈ സീസണിൽ പ്രത്യേകിച്ച് ഒരുപാട് മിസ്റ്റേക്സ് അമ്പയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതിപ്പോൾ ബൗണ്ടറി ലൈനിൽ എടുക്കുന്ന ക്യാച്ച് ആയിക്കോട്ടെ, ലെഗ് ബിഫോർ വിക്കറ്റ്സ് ആയിക്കോട്ടെ, ഓരോ വൈഡ് ഡിസിഷൻസ് ഉൾപ്പെടെ ആയിക്കോട്ടെ, പലതും അമ്പയേഴ്സിന് കൃത്യമായ ഡിസിഷൻസ് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ ഈ സീസണിൽ നേരിടുന്നുണ്ട്. ആ ഒരു സാധ്യതയും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു ഡിസ്മിസലിനെയും അമ്പയേഴ്സിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ സീനിയർ താരങ്ങൾ ഉൾപ്പെടെ, മുൻ താരങ്ങൾ ഉൾപ്പെടെ ആരാധകരും പ്രതിഷേധം അറിയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.